എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 15ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഡിസംബർ മാസം വിതരണം ചെയ്ത ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതം ബാക്കിയുള്ള 300, 200, 500 അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഇനി ജനുവരി പെൻഷൻ വിതരണമാണ്. ജനുവരി 20-ന് ശേഷം ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാകും. നിയമസഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കെ എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ഇനി പെൻഷൻ മുടങ്ങുകയില്ല, താമസിക്കുകയില്ല. അടുത്തത് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2 മാസം മുമ്പാണ് ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ച് 2000-ലേക്ക് എത്തിച്ചത്. അതേസമയം ഇനിയും 500 രൂപ കൂടി 2500-ലേക്ക് പെൻഷൻ എത്തിക്കും എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ മാസം 29-ാം തീയതിയാണ് ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ബജറ്റിൽ 500 രൂപ കൂടി വർദ്ധിപ്പിച്ച് 2500-ലേക്ക് പെൻഷൻ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പെൻഷൻ വർധനവ്. പെൻഷന്റെ കാര്യത്തിൽ ഏറ്റവും സങ്കടം നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷന്റെ കാര്യമാണ്. പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകുമെന്ന് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എങ്കിലും അത് ഉണ്ടായില്ല. കേവലം 2 മാസത്തെ പെൻഷനാണ് കഴിഞ്ഞ 2 മാസത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഡിസംബർ മാസത്തേതും നവംബർ മാസത്തേതും കൂട്ടി 3200 രൂപ മാത്രമാണ് ലഭിച്ചത്. എല്ലാവർക്കും പെൻഷൻ കൂട്ടിയപ്പോൾ നിർമ്മാണ തൊഴിലാളി പെൻഷനും ആ പഴയ 1600 വെച്ച് തന്നെയാണ് ലഭിക്കുന്നത് എന്നുള്ള സങ്കടമുണ്ട്. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷനും ഇടയായിട്ട് മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ 5-ാം തീയതി, അതായത് മാസം തുടക്കത്തിൽ തന്നെ ലഭിച്ചിരുന്ന ക്ഷേമ പെൻഷനായിരുന്നു ഇത് കഴിഞ്ഞ 10 മാസത്തോളമായിട്ട് പ്രവാസി ക്ഷേമ പെൻഷന്റെ കാര്യത്തിനും വലിയ പ്രയാസമാണുള്ളത്. അപ്പൊ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രതിസന്ധിയെല്ലാം തീരും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന് വലിയ വിപ്ലവമാകാനിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. ഇതിന്റെ അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ച് കഴിഞ്ഞ 22-ാം തീയതി മുതലാണ് സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ ആ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും ഈ മാസം ജനുവരി മാസത്തിൽ തന്നെ അതിന്റെ ഒരു വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. യുവാക്കൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപയുടെ വിതരണവും അടുത്ത മാസം മുതൽ, അതായത് ഫെബ്രുവരി മാസം മുതൽ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിന്റെ അപേക്ഷ കഴിഞ്ഞ മാസം മുതൽ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വെബ്സൈറ്റ് മുഖേനയാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവാക്കൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക. അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ ആധാർ കാർഡാണ്. ആധാർ കാർഡിൽ നിരന്തരം മാറ്റങ്ങളാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് QR കോഡ് അടിസ്ഥാനമാക്കി പുതിയ ആധാർ കാർഡ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഈ മാസം ഇറക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആധാർ ആപ്പും ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മൊബൈൽ നമ്പർ തിരുത്താൻ, മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ ഇവയെല്ലാം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആധാറുമായി ബന്ധപ്പെട്ട്, ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. ആധാർ അപ്ഡേഷൻ 10 വർഷം കഴിഞ്ഞിട്ടുള്ളവർ അത് നിർബന്ധമായിട്ടും ചെയ്യുക. മൊബൈൽ നമ്പർ ആഡ് ചെയ്യാത്തവർ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വരും. അടുത്തത് SIR-മായി ബന്ധപ്പെട്ട കാര്യമാണ്. SIR-ലെ കരട് വോട്ടർ പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരിയിലാണ് പ്രസിദ്ധീകരിക്കുക. ഫെബ്രുവരി 23-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ SIR-മായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുന്നതുമാണ്. റേഷൻ വിതരണം 2 ദിവസത്തെ അവധിക്ക് ശേഷം റേഷൻ വിതരണം ജനുവരി 3-ാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഈ മാസത്തെ ഒരു പ്രത്യേകത, നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആട്ട കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് സ്പെഷ്യൽ അരി നൽകിയത് കൊണ്ട് തന്നെ ഈ ജനുവരി മാസത്തിൽ അരി വിഹിതം കുറവാണ്. 2 കിലോ അരി മാത്രമാണ് വെള്ള റേഷൻ കാർഡിനുള്ളത്. സ്പെഷ്യൽ അരി നീല റേഷൻ കാർഡിനില്ല. അടുത്തത് ഗ്യാസ് സബ്സിഡി KYC-യുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും KYC നടപടി പൂർത്തീകരിക്കണം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഇപ്പോൾ ചെയ്യേണ്ടത് ആവശ്യമില്ല, അല്ലാത്തവർ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇല്ല എങ്കിൽ ഇനി മുതൽ സബ്സിഡി മുടങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ എന്നാണോ സബ്സിഡി ചെയ്യുന്നത് അതിനുശേഷം മാത്രമാണ് ആ മുടങ്ങിപ്പോയിട്ടുള്ള സബ്സിഡി പുനഃസ്ഥാപിച്ച് കിട്ടുക. മാർച്ചിന് മുമ്പ് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സിഡി പൂർണ്ണമായിട്ടും നിലച്ചു പോകുന്നതാണ്. മറ്റൊന്ന് സൗജന്യ കുടിവെള്ളമാണ്. BPL വിഭാഗത്തിൽപ്പെട്ട മാസം 15000 ലിറ്ററിന് താഴെ വെള്ളം ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് വെള്ളം ബില്ല് സൗജന്യമാക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾ, ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾ റിന്യൂവൽ ചെയ്യുന്നതിനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. ഇതിനു വേണ്ടി കുടിശ്ശികയുണ്ട് എങ്കിൽ, നിലവിൽ ബില്ലിൽ കുടിശ്ശികയുണ്ട് എങ്കിൽ കുടിശ്ശിക അടച്ചു തീർക്കുകയും വെള്ളത്തിന്റെ മീറ്റർ കേടായിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുകയും വേണം. എന്നാൽ മാത്രമേ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ.
മുമ്പ് വാടക വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചില്ല. ഈ വർഷം മുതൽ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. BPL റേഷൻ കാർഡ് ആവണം അവരുടേതും. അതിനുവേണ്ടി വാടക ചീട്ടും അതുപോലെ തന്നെ ഉടമസ്ഥന്റെ സമ്മതപത്രവും കൂടി വേണം. PM കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവിന്റെ വിതരണമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അതായത് 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ഗഡുവായിട്ടുള്ള ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയാണ്. അത് ഫെബ്രുവരിയിൽ വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇല്ലെങ്കിൽ മാർച്ചിൽ എന്തായാലും അതിന്റെ വിതരണം ഉണ്ടാകും. ഈ വർഷം നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിയമസഭാ ഇലക്ഷനാണ്. നമ്മുടെ അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണം എന്നുള്ളത്, നമ്മുടെ മുഖ്യമന്ത്രി ആരാവണം എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണ് വരാൻ പോകുന്നത്. മെയ് മാസം നോട്ടിഫിക്കേഷൻ ഇറങ്ങും. മെയ്യിലോ ജൂണിലോ ആയിട്ട് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.